നമസ്കാരം. അഞ്ഞൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറച്ച് നാളുകളായി അല്ലേ എന്റെ ഈ ഹലോ ഹൈ നമസ്കാരം കേട്ടിട്ട് കുറച്ച് ബിസി ആയി പോയി. വേറെ ഒന്നുമല്ല, കല്യാണ തിരക്കായിട്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകാൻ കാറിൽ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. എവിടത്തേക്കാന്നല്ലേ? ഒരു ക്ഷേത്രത്തിലേക്കാ. അതേതാ ക്ഷേത്രം എന്ന് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചുതരാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ക്ഷേത്രം കേട്ടോ. ഏതാന്ന് മനസ്സിലായോ? വേറെ എവിടെയല്ല, നമ്മളെ കാഞ്ചി കാമാക്ഷിനെ കാണാൻ തന്നെയാ വന്നിട്ടുള്ളത്. കാഞ്ചി കാമാക്ഷി എന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അതെ, നമ്മളെ കാഞ്ചീപുരത്ത് അമ്മേന്റെ അമ്പലത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത്, അതായത് കാഞ്ചീപുരം ക്ഷേത്രത്തില്. അപ്പൊ ഇവിടെ വന്നപ്പം തന്നെ ഏകദേശം വീഡിയോ എന്താന്ന് നിങ്ങൾക്ക് തിരിച്ചിട്ടുണ്ടാവും അല്ലെ? വീഡിയോനെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യം ഞാൻ നിങ്ങൾക്ക് ക്ഷേത്രം കാണിച്ചു തരാം. അപ്പൊ ഞാൻ കാഞ്ചീപുരത്ത് വന്നിട്ടുള്ളത് കല്യാണ സാരി എടുക്കാൻ വേണ്ടിട്ടാട്ടോ. അപ്പൊ കല്യാണ സാരി ആർക്കാന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവും അല്ലെ? എന്റെ അനിയന്റെ കല്യാണമാണ്. അപ്പൊ അവന്റെ കല്യാണത്തിന് വേണ്ടി കല്യാണ സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് കാഞ്ചീപുരത്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ കാര്യം ഒരു വിശ്വാസം എന്ന് പറയുന്നത്, കല്യാണ സാരി കാഞ്ചീപുരത്ത് നിന്ന് എടുക്കുന്നതാണെങ്കിൽ ആദ്യം പോയി അമ്മേനെ കണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം കല്യാണപ്പുടവ എടുക്കാൻ പോവാന്നാ പറയാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അമ്മേനെ കണ്ട് തൊഴുത് അർച്ചനയൊക്കെ കഴിപ്പിച്ചതിന് ശേഷം ഇവിടെ പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ ഇതാ ചുറ്റമ്പലത്തിൽ പ്രശ്നം വെക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ പ്രശ്നം വെക്കുമ്പോൾ പുറത്തുള്ള കാഴ്ചകൾ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാന്ന്. ഇനി പ്രദക്ഷിണം വെച്ചതിന് ശേഷം നമുക്ക് കല്യാണപ്പുടവ എടുക്കാൻ പോവാം. വളരെ ഭംഗിയുള്ള ഒരു അടിപൊളി ക്ഷേത്രം തന്നെയാണ് കേട്ടോ. കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ്. ഈ കാഞ്ചീപുരത്തെ അമ്മേനെ വിളിക്കുന്നതാണ് കാഞ്ചി കാമാക്ഷി എന്നുള്ളത്. ആ പേരിന് ഒരു അർത്ഥമുണ്ട്. അതായത് 3 ദേവികളും കൂടി ചേർന്ന ദേവി എന്നാണ് കാഞ്ചി കാമാക്ഷിനെ പറയാറ്. പാർവതി ദേവി തന്നെയാണ്, പക്ഷേ 3 ദേവികളും കൂടി ചേർന്ന ദേവി എന്നും കൂടിയാണ് കാഞ്ചി കാമാക്ഷിന്റെ അർത്ഥം പറയുന്നത്. അതായത് സരസ്വതിയും ലക്ഷ്മിയും പാർവതിയും കൂടി ചേർന്നത് എന്നുള്ളത്. അപ്പൊ അവിടുത്തെ കുളമൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു വിധത്തിൽ ഞാൻ കവർ ചെയ്തിനെന്ന് വേണ്ടിക്ക് പറയാട്ടോ. ഇനി ഇവിടുന്ന് തൊഴുതിറങ്ങിയതിന് ശേഷമാണ് നമ്മൾ സാരി എടുക്കാൻ പോകുന്നത്. ഞാൻ സാരി എടുക്കാൻ പോകുന്ന സ്ഥലം അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാരി എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പൊതുവെ എല്ലാ ക്ഷേത്രത്തിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിനൊരു ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടില്ല. ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്കതൊരു കൂടുതലാണെന്നൊരു തോന്നില്ല കേട്ടോ. അതായത് എനിക്ക് പ്രത്യേക ഒരു വൈബാണ് ഈ ഒരു ക്ഷേത്രത്തിൽ. ഭയങ്കര ഒരു എന്താ പറയുക, ആശ്വാസമൊക്കെ കിട്ടുന്ന പോലെ ഒരു ഫീല് കേട്ടോ. അത് ആ ഒരു ഫീലിങ്ങിനെ ശരിക്കും എന്താ പറയാന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. അപ്പൊ ഇതാ നമ്മളിതാ അമ്മേനെ തൊഴുത് പ്രശ്നം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ സാരി എടുക്കാൻ വേണ്ടി പോവാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമായോണ്ടാണെന്നൊന്നും അറിയില്ല, എനിക്ക് വീഡിയോയിലൊന്നും പറയാൻ കിട്ടുന്നില്ല സത്യമായിട്ടും. അപ്പൊ ഇതാ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയണേ. ഈ ക്ഷേത്രത്തിന്റെ ശരിക്കുള്ള ഐതിഹ്യം നിങ്ങൾക്ക് അറിയെങ്കിലും അതും ഒന്ന് കമന്റിൽ പറയണം കേട്ടോ. സ്റ്റോറി പറയാൻ തന്നാൽ ഈ ഒരു വീഡിയോ മതിയാവില്ല. അപ്പോൾ എന്താ പറയാ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ സാരി എടുക്കലിന്റെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഐതിഹ്യമോ ഹിസ്റ്ററിയോ ഒന്നും കാര്യമായിട്ട് പറയുന്നില്ല. ഇനി നമുക്ക് നേരെ സാരി എടുക്കാൻ പോവാം. അപ്പൊ ഇതാ നമ്മളിത് സാരി എടുക്കാൻ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ റെഡാണ് കളർ നോക്കിയത്. അപ്പം റെഡിന്റെ ഒരുപാട് കളക്ഷൻസ് അവർ വെറൈറ്റി ആയിട്ടുള്ള കാണിച്ചു തന്നു. അത് കൂടാണ്ട് ഫുൾ എല്ലാം മുഹൂർത്തപ്പട്ടായിരുന്നു നമ്മൾ ആദ്യം തന്നെ നോക്കിയത്. അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് കൂടുതലായിട്ടുള്ള മുഹൂർത്തപ്പട്ടുകളും അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റെഡും ബ്ലൂവും ഗ്രീനും ഗോൾഡനിഷ് ഗ്രീനും അങ്ങനെ കുറെ മിക്സിങ് കളേഴ്സിന്റെ മുഹൂർത്തപ്പട്ടുകൾ അവർ അവിടുന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എടുത്ത് നോക്കിയ ഏകദേശം ഒക്കെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സാരികളിൽ നിങ്ങൾക്ക് ഏത് സാരിയാ ഇഷ്ടമായെന്ന് കമന്റിൽ പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഏതാ ഞാൻ എടുത്തതെന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതൊക്കെ മുഹൂർത്തപ്പട്ടുകളാണ്. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മുഹൂർത്തപ്പെട്ട. നമ്മൾ പൊതുവെ ഷോപ്പിലൊക്കെ പോയി എടുക്കുന്നതിനെക്കാട്ടിയും അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇവിടുന്ന് മുഹൂർത്തപ്പെട്ട് എടുക്കാം. അതായത് നമ്മൾ നാട്ടിൽ നിന്ന് 2 lakhs-നും 3 lakhs-നും ഒക്കെ എടുക്കുന്ന സാരി നമുക്കൊരു 1 lakh 2 lakhs-ന്റെ ഉള്ളിലായിട്ട് തന്നെ ഇവിടെ കിട്ടും. അതിനും ഉള്ളിലായിട്ട്, അതായത് 1 lakhs-ന്റെ ഉള്ളിലായിട്ടും കൂടി നമുക്ക് കല്യാണ സാരി ഇവിടുന്ന് എടുക്കാൻ കഴിയും. 50,000 വരെ നല്ല കാഞ്ചീപുരം, റിയൽ കാഞ്ചീപുരം പട്ടുസാരി നമുക്ക് ഇവിടുന്ന് മുഹൂർത്തപ്പട്ടായിട്ട് ഇവിടുന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ എവിടെയാ ഉള്ളതെന്നല്ല നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. 50,000 ഞാനൊരു മിനിമം പറഞ്ഞതാ കേട്ടോ. നിങ്ങൾക്ക് അതിലും ഉള്ളിലായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും കേട്ടോ. SSK ഹാൻഡ്ലൂം വേൾഡ് എന്നാണ് നമ്മൾ കല്യാണ സാരി എടുത്തത് കേട്ടോ. കല്യാണ സാരി മാത്രമല്ല നമ്മൾ അവിടുന്ന് എടുത്തത്. എന്താ പറയാ, പുതിയൊണ്ണിന് വേണ്ടുന്ന എല്ലാ സാരികളും, ഗിഫ്റ്റ് കൊടുക്കേണ്ട സാരികളും, അത് കൂടാണ്ട് നമുക്ക് എല്ലാവർക്കും എടുത്ത സാരികളും ഒക്കെ എടുത്തത് SSK തന്നെയാട്ടോ.
അടിപൊളി കളക്ഷൻ ഉണ്ട്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, നമുക്ക് ഇഷ്ടമായോണ്ട് പറഞ്ഞതാ കേട്ടോ. അപ്പൊ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ പോയി നോക്കോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ ഇതാ നമ്മൾ അവിടുന്ന് സാരിയൊക്കെ എടുത്ത്, അപ്പൊ അവിടുന്ന് അവർ പൂജയൊക്കെ ചെയ്തിട്ടാട്ടോ തരുക. പ്രത്യേകിച്ച് കല്യാണപ്പെണ്ണിന്റെ സാരി ആവുമ്പോൾ അപ്പൊ കല്യാണപ്പെണ്ണിന്റെ കല്യാണ പുടവയും അത് കൂടാണ്ട് കല്യാണപ്പെണ്ണിന്റെ അടുത്ത എല്ലാ സാരികളും ഒരുമിച്ച് ആണ് നമുക്ക് പൂജ ചെയ്തിട്ട് തന്നത്. അപ്പൊ അത് മമ്മിയാണ് വാങ്ങിയത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സാരി എന്താ പറയുക സെലക്ഷൻ വീഡിയോ എന്നുള്ളത് കമന്റിൽ പറയണേ. നിങ്ങൾക്ക് ഏത് സാരിയാ ഇഷ്ടമായെന്ന് കമന്റിൽ പറയണം കേട്ടോ. SSK ഹാൻഡ്ലൂം വേൾഡിന്റെ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്തായാലും പോയി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട്, അതായത് കല്യാണ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടി സ്റ്റേ ട്യൂൺ. അത് മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പോഴേ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.